ഹലോ, നമുക്കിന്നിൻ്റെ ഈവനിങ്ങിൽ കുറച്ച് കുക്കിംഗ് പരിപാടികളൊക്കെ കണ്ടാലോ. ഇപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ ഗ്രിൽ ചിക്കൻ. ഇത് ഇത്ര സിമ്പിളാണെന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഇത് നമ്മൾ ഗ്രിൽ ചെയ്യണതിൻ്റെ ഒരു 2 hours മുന്നെങ്കിലും മസാലയൊക്കെ തേച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. എന്നാലാണ് ഗ്രിൽ ചെയ്യുമ്പോൾ മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ടാവുക അതിൻ്റെ മുകളിൽ. എന്തായാലും ഒരു മണിക്കൂർ മുന്നെങ്കിലും അങ്ങനെ വെക്കാനായിട്ട് ശ്രമിക്കണം, എന്നാൽ കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ടാവും. അത് ഫ്രിഡ്ജിൽ വെച്ച സമയത്ത് ഞാൻ കുറച്ച് ബ്ലോണ്ടീസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറേ നാളായി ബ്ലോണ്ടീസ് ഉണ്ടാക്കണം വിചാരിക്കുന്നു. ബ്രൗണീസ് എന്തായാലും ഉണ്ടാക്കി നോക്കി അത് നമുക്ക് സക്സസ് ആയിട്ടൊക്കെ കിട്ടിയിട്ടോ. അപ്പോൾ പിന്നെ ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ ഉണ്ടാക്കാനും എനിക്ക് നല്ല ഇഷ്ടമാണ്, കഴിക്കാനും എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് അതിൻ്റെ ബാറ്ററൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ബ്രൗണീസ് ഉണ്ടാക്കി ചോക്ലേറ്റ് ബാക്കി ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മൾ കുക്കിംഗ് റേഞ്ചിൻ്റെ ഓവൻ ഉണ്ട്, അതിലാണ് ഞാൻ ബേക്ക് ചെയ്യുന്നത്. ഇത് ബേക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ടൈമൊന്നും അത്ര കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റേതായ ചില പ്രോബ്ലംസ് ഉണ്ടായിരുന്നു ഇതിന്. കാരണം എന്താ വെച്ചാൽ കുറച്ച് അധികം ടൈമൊക്കെ വെക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു 20 minutes ഒക്കെ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അത് നല്ല സെറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം അത് എടുത്തതിന് ശേഷം നമ്മുടെ ചിക്കൻ ഇത് ഗ്രില്ല് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അടിയിൽ ആ വെജിറ്റബിളൊക്കെ വെക്കുന്നത് ഏട്ടൻ്റെ പ്ലാനായിരുന്നു, അത് എൻ്റെ പ്ലാൻ അല്ല കേട്ടോ. അപ്പോൾ സംഭവം പിന്നെ ഇതങ്ങനെ അതിലിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ ഈ ഓവൻ. നമുക്കിങ്ങനെ വീട്ടിൽ തന്നെ ഗ്രില്ല് ചെയ്യാനൊക്കെ നല്ല അടിപൊളിയാണ്. ഗ്രില്ലുണ്ട്, അതിൽ ഓവനുണ്ട്, രണ്ടും അങ്ങനെയുള്ളൊരു സെറ്റപ്പാണ്. പിന്നെ അത് നമ്മുടെ ബ്ലോണ്ടീസൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആ ചോക്ലേറ്റൊക്കെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിരിക്കുന്ന സമയത്ത് ഇത് നമ്മുടെ ചിക്കനും റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ആ കളറൊക്കെ കാണുമ്പോൾ മനസ്സിലാവില്ലേ, ഇത് നല്ല പെർഫെക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. പക്ഷേ ഇത് ഞങ്ങൾ എന്നും ഉണ്ടാക്കുന്ന ആ ടേസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല. അതെന്താണെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. അപ്പോൾ ഓക്കെ, ബൈ.